പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സമസ്ത വാർഷിക പരീക്ഷ 2ാം ക്ലാസ് ഖുർആൻ വൽ ഹിഫ്ള് എങ്ങനെയാണ് അതുണ്ടാവുക, ഏത് സൂറത്തിൽ നിന്നാണ് ഖുർആൻ പരീക്ഷ, ഏതൊക്കെ സൂറത്തുകളാണ് മനഃപ്പാഠമാക്കാനുള്ളത്, സൂറത്തുകൾക്ക് പുറമെ മറ്റെന്തെങ്കിലും ദിക്റുകൾ കാണാതെ പഠിക്കാനുണ്ടോ എന്നീ സംശയങ്ങളൊക്കെ പല രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഉണ്ടാകും. അതെല്ലാം നീക്കുന്ന രൂപത്തിലുള്ള നല്ലൊരു വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണുകയും ഇതേ രൂപത്തിൽ കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുക. ഈ ഒരു അധ്യയന വർഷത്തിൽ 2ാം ക്ലാസ്സിന് ഖുർആനിൻ്റെ പാഠഭാഗമായി വന്നത് സൂറത്തു നബഅ മുതൽ സൂറത്തു നാസ് വരെ ഉള്ള ഭാഗങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ സൂറത്തു നബഅ മുതൽ നാസ് വരെ ഇതിൻ്റെ ഇടയിൽ നിന്ന് അതിനോടുകൂടെ തന്നെ ഫാത്തിഹ ആദ്യം ഖുർആനിൻ്റെ ഭാഗമായി നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതും കൂടെ ഇതിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ ഫാത്തിഹയും സൂറത്തു നബഅ മുതൽ നാസ് വരെയുള്ള ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഒരു 4-5 വരി കുട്ടികളെ കൊണ്ട് ഓതിപ്പിക്കുക എന്നതാണ് ഖുർആൻ പരീക്ഷ എന്നുള്ളത്. അത് ഏത് ഭാഗത്ത് നിന്നാണോ ഏത് സൂറത്തിൽ നിന്നാണെന്നോ ഒരാൾക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് എവിടുന്ന് ചോദിച്ചാലും മുഴുവൻ മാർക്കും ലഭിക്കുന്ന രൂപത്തിൽ ഓതിക്കൊടുക്കാൻ പാകത്തിന് നമ്മുടെ മക്കൾക്ക് ഖുർആൻ ഓതാൻ കഴിയണം എന്നുള്ളതാണ് ചുരുക്കം. കുട്ടികൾക്കെല്ലാം ഓതാൻ കഴിയുന്നുണ്ടോ എന്നൊന്ന് രക്ഷിതാക്കൾ പരിശോധിക്കുക. കാരണം ഈ ഒരു അധ്യയന വർഷം മുതൽ ഖുർആൻ പരീക്ഷയുടെ രൂപവും ഭാവവും ഒക്കെ മാറിയ കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതാണ്. കഴിഞ്ഞ വർഷം വരെയുള്ള രൂപത്തിലല്ല ഖുർആൻ പരീക്ഷ നടക്കുന്നത്. ഈ ഒരു പരീക്ഷയ്ക്ക് കൃത്യമായി മാർക്ക് നൽകുന്നതിന് ഉസ്താദുമാർക്ക് മാനദണ്ഡങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആദ്യം ആ മാനദണ്ഡങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പറയാം. 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും പുതുതായി ഈ വർഷം തദ്രീബു തിലാവ എന്ന് പറയുന്ന ഖുർആൻ ഹിഫ്ള് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള തജ്വീദിന് പകരം മറ്റൊരു ഗ്രന്ഥം വന്നിട്ടുണ്ട്. എന്നാൽ 2ാം ക്ലാസ്സിൽ അങ്ങനെ തദ്രീബു തിലാവ എന്ന് പറയുന്ന ഗ്രന്ഥം കുട്ടികൾക്ക് പഠിക്കാനില്ലെങ്കിലും പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് 2ാം ക്ലാസ് ബേസ് ചെയ്തിട്ട് തദ്രീബു തിലാവ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. പല രക്ഷിതാക്കൾക്കും അതറിയില്ല. നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന കിതാബാണ് തദ്രീബു തിലാവയുടെ 2ാം ക്ലാസ്സിൻ്റെ ഖുർആനും ഹിഫ്ളിനും പാഠഭാഗം എടുക്കുമ്പോൾ ഇതിലെ നിയമങ്ങളും വ്യവസ്ഥകളും അനുസരിച്ചാണ് പാഠം എടുത്തു കൊടുക്കേണ്ടത്. ഇതുപോലത്തെ ഒരു കൈപുസ്തകം, ഒരു ഗ്രന്ഥം ഉൾപ്പെടുത്തി കുട്ടികൾക്ക് ഖുർആൻ ഹിഫ്ള് പഠിപ്പിക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതിൽ പരാമർശിക്കപ്പെടുന്ന പ്രധാന വിഷയങ്ങൾ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഖുർആൻ ഹിഫ്ള് ചോദ്യ പേപ്പർ ഉണ്ടാവുക. ഈ കിതാബിൽ നിന്ന് പഠിപ്പിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ കിതാബിൽ പഠിപ്പിക്കാൻ കൊടുത്ത നിർദ്ദേശങ്ങളിൽ ചിലതൊന്ന് വായിക്കാം. 1. അഊദു ബിസ്മി പ്രത്യേകം കുട്ടികൾക്ക് ഓതുന്ന സമയത്ത് ശീലമാക്കി കൊടുക്കണം. ആ നിലക്ക് തന്നെ അഊദും ബിസ്മിയും ചൊല്ലിക്കൊണ്ട് തന്നെ ഖുർആൻ പാരായണം നടത്തുന്ന ശൈലി കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കണം. അതോടൊപ്പം തന്നെ വലിയ ആയത്തുകൾ വരുമ്പോൾ അതിൻ്റെ വഖഫ് ശ്രദ്ധിക്കാൻ കുട്ടികൾക്ക് നിർദ്ദേശം നൽകുന്നുണ്ട്. എവിടെയാണ് കൊണ്ടുപോയി വെക്കേണ്ടത്. ഇനി വഖഫ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നിൽ നിന്ന് എടുത്ത് ഓതുന്ന ശൈലി നമുക്കൊക്കെ അറിയുന്നതാണ്. അപ്പോൾ അല്പം കൂടെ ബേക്കോട്ട് വന്നിട്ട് നമ്മൾ ഓതും. ആ ഒരു രൂപവും ഇതിൽ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ചെറിയ ആയത്തുകളൊക്കെ ഒറ്റ ശ്വാസത്തിൽ തന്നെ ഓതി അവസാനിപ്പിക്കുക. ചെറിയ ആയത്തുകളും ഇങ്ങനെ തപ്പി നിർത്തി ഓതുന്നത് മാറ്റി ഒറ്റ ശ്വാസത്തിൽ തന്നെ വൃത്തിയിൽ ചെറിയ ആയത്തുകളൊക്കെ ഓതാൻ പരിശീലിപ്പിക്കുക എന്ന് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓത്തിൻ്റെ സുജൂദിൻ്റെ അവസരം വരുന്ന സമയത്ത് ആയത്തുകളിൽ തിലാവത്തിൻ്റെ സുജൂദ് വരുന്ന സന്ദർഭത്തിൽ അതിന് പ്രാക്ടിക്കലായി കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ നിർദ്ദേശിക്കുന്നുണ്ട്. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് മദ്ദിൻ്റെ അക്ഷരങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അലിഫ്, യാ, വാവ് എന്നീ അക്ഷരങ്ങൾ നീട്ടാൻ ഉപയോഗിക്കുമ്പോൾ അത് എത്ര കണ്ട് പരിഗണിക്കുന്നുണ്ട് എന്ന് നോക്കാനുള്ള നിർദ്ദേശമുണ്ട്. അതേപോലെ തന്നെ തർക്കീക്ക്, ഈ റാഇൻ്റെ ഫത്തഹും ലമ്മും വരുന്ന സമയത്ത് റാ റു എന്ന സ്വരമായിരിക്കും. എന്നാൽ റാഇന് കസ്ർ വരുമ്പോൾ തർക്കീക്കായിരിക്കും, അഥവാ രി എന്ന ശബ്ദമായിരിക്കും. നമ്മൾ കുട്ടികൾക്ക് എടുക്കപ്പെട്ട പല സൂറത്തുകളിലും ഇത് വന്നിട്ടുണ്ട്. ജരീദ്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജരീ, കണ്ടോ, റീ എന്ന് തന്നെ എഴുതുന്നത് പക്ഷേ ഉച്ചരിക്കുന്നത് രി എന്നാണ്. അപ്പോൾ കെസിർ വരുന്ന സമയത്ത് റാഇൻ്റെ തെർക്കീക്കിനെ കുട്ടി ശ്രദ്ധിക്കുന്നുണ്ടോ? ജരീ, അതല്ലാതെ കുട്ടി ജറീദ് എന്നാണോ പറയുന്നത് ശ്രദ്ധിക്കും.
അപ്പോൾ റായിന് കെസർ വരുന്ന സമയത്ത് രീ എന്നുള്ള ഉച്ചാരണമാണ് ഉണ്ടാവുക, അത് ശ്രദ്ധിക്കുക. ഈ വിഷയങ്ങൾ നമ്മൾ ഉണർത്തിയതിൻ്റെ കാര്യം കഴിഞ്ഞ 2 പരീക്ഷയ്ക്കും, പാദവാർഷിക പരീക്ഷയ്ക്കും അർദ്ധവാർഷിക പരീക്ഷയ്ക്കും ഈ ഒരു കിതാബിന് ബേസ് ചെയ്തിട്ട് ഈ കിതാബിൽ പരാമർശിക്കപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടുത്തിയായിരുന്നു ഖുർആൻ്റെയും ഹിഫ്ളിൻ്റെയും ചോദ്യ പേപ്പർ വന്നിരുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഖുർആൻ പരീക്ഷയുടെ ഒരു മോഡൽ ചോദ്യ പേപ്പർ ഒന്ന് വായിക്കാം. കുട്ടികളെ ഒന്നിച്ചിരുത്തി ഓരോ കുട്ടിയെക്കൊണ്ടും താഴെ പറയുന്നവ മുസ്ഹഫിൽ നോക്കി ഓദിക്കുക എന്നതാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം, സൂറത്തുൽ കാരിയയിൽ നിന്നും തുടക്കം മുതൽ 4 ആയത്തുകൾ ഓതാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ചിലപ്പോൾ മറ്റേതെങ്കിലും സൂറത്തിൽ നിന്ന് 1-2 ആയത്തുകൾ വേറെയും സൂറത്തുൽ കാരിയയിൽ നിന്ന് 4 ആയത്തും അങ്ങനെയൊക്കെ ഓദിപ്പിക്കാം. കൃത്യമായി നമുക്ക് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ശേഷമെടുത്ത സൂറത്തിൽ നിന്ന് ചോദ്യം വരാനാണ് കൂടുതൽ സാധ്യത. ആ ഭാഗം കൂടുതലായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഈ ഓതി കൊടുക്കുന്നതിൽ തന്നെ നമുക്ക് മാർക്ക് ലഭിക്കുന്നതിൻ്റെ മാനദണ്ഡം നിങ്ങൾ നോക്കൂ. ഒന്നാമത്തത് അക്ഷരശുദ്ധിയോടെ ഇടർച്ചയില്ലാത്ത പാരായണം. നിർത്തിയുള്ള ഓത്തുമല്ല, എന്നാൽ വളരെ സ്പീഡിലായിട്ടുള്ള ഓത്തുമല്ല. ഓത്തിൻ്റേതായിട്ടുള്ള ശൈലിയുണ്ട്. ഉസ്താദ് ക്ലാസ്സിൽ നിന്ന് ഓതിത്തന്ന ആ രൂപത്തിൽ തന്നെ ഇടർച്ചയില്ലാതെ അക്ഷരശുദ്ധി ഓരോ മഖ്റജുകളും പുറപ്പെടുന്ന സ്ഥാനങ്ങളിൽ നിന്ന് കൃത്യമായി പുറപ്പെടുവിച്ചുകൊണ്ടുള്ള ആ ഓത്തിന് നമുക്ക് ലഭിക്കുന്നത് 30 മാർക്കാണ്. ബാക്കി വരുന്ന 20 മാർക്ക് നിങ്ങൾക്ക് കാണാം. താഴെ പറയുന്ന ഹർഫുകളുടെ അക്ഷരശുദ്ധിയാണ്. 4 അക്ഷരങ്ങളുണ്ട്. ഓരോ അക്ഷരങ്ങളും കൃത്യമായി പരിഗണിക്കുന്നതിന് 5 മാർക്ക് വീതമാണ്. നമ്മളോട് ഓതാൻ ആവശ്യപ്പെടുന്ന ഈ സൂറത്തുൽ കാരിയയിലുള്ള ഖാഫ്, കാഫ്, ഷീൻ, സാ എന്നീ 4 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത് യഥാക്രമമാണോ എന്ന് ഉസ്താദ് നോക്കി കൃത്യമാണെന്ന് ഉറപ്പുവരുത്തി ആ മാർക്കും നമുക്ക് നൽകുന്നതാണ്. അങ്ങനെ നമുക്ക് ഖുർആനിൽ മുഴുവൻ മാർക്കും വാങ്ങാവുന്നതാണ്. ഇനി ഹിഫ്ളിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഖുർആൻ പോലെ തന്നെ ഹിഫ്ളും ഓതി കൊടുക്കണം. ചില കുട്ടികൾ ഖുർആൻ നല്ല രൂപത്തിൽ വൃത്തിയിൽ സാവകാശം തന്നെ ശ്രദ്ധിച്ചോതും. പക്ഷേ ഹിഫ്ള് മനപ്പാടമുള്ള സൂറത്തുകൾ വേഗം അങ്ങ് ഓതിക്കൊടുക്കും. പേടിച്ചിട്ടാണോ എന്താണോ എന്നറിയില്ല. ഖുർആൻ പോലെ തന്നെ നമ്മൾ ഹിഫ്ളിൻ്റെ സൂറത്തുകൾ ആ രൂപത്തിൽ പാകത്തിന് പഠിച്ചു വെക്കണം. എന്നാൽ ഒരു പേടിയും കൂടാതെ തന്നെ നമുക്കതും ഓതിക്കൊടുക്കാൻ കഴിയും. അതിലും അക്ഷരശുദ്ധിയും മറ്റുമൊക്കെ നിർബന്ധം തന്നെയാണ്. ഹിഫ്ളിൻ്റെ മോഡൽ ചോദ്യപേപ്പർ നിങ്ങൾ കാണുന്നില്ലേ? മേൽപ്രകാരം കുട്ടികളെ ഇരുത്തി ഓരോ കുട്ടികളെ കൊണ്ടും താഴെ പറയുന്നവ മനപ്പാഠം ഓദിക്കുക എന്നതാണ്. ഒന്നാമത്തത് സൂറത്തുൽ കാഫിറൂൻ, അവസാനത്തെ 2 ആയത്താണ് ചോദിച്ചിട്ടുള്ളത്. സൂറത്തുൽ കാഫിറൂനിൽ നിന്ന് അവസാനത്തെ 2 ആയത്ത് അല്പം പ്രയാസമുള്ളൊരു സൂറത്താണ് കാഫിറൂൻ. ചില കുട്ടികളൊക്കെ ഓതിയാൽ തീരാത്ത ഒരു സൂറത്ത് ഇങ്ങനെ ആവർത്തിച്ച് വരും. കാരണം അതിൽ 1-2 ആയത്തുകൾ ഒരുപോലെ വരുന്നത് കൊണ്ടാണ് അങ്ങനെ. രക്ഷിതാക്കൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തത് സൂറത്തുൽ മസദ് മുഴുവനായും ചോദിച്ചിട്ടുണ്ട്. അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ശേഷം എടുത്ത 2 സൂറത്തുകളാണിത്. അതിന് 30 മാർക്കും, അങ്ങനെ ടോട്ടൽ 50 മാർക്ക് ഹിഫ്ളിലും. ഇത് രണ്ടും കൃത്യമായി കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ഹിഫ്ളിലും ഖുർആനിലും 50 മാർക്ക് മുഴുവനായും ലഭിക്കും. ഇനി നമുക്ക് ഈ ഒരു അധ്യയന വർഷത്തിൽ ഹിഫ്ള് ഏതൊക്കെ സൂറത്തുകളാണ് പഠിക്കാനുണ്ടായിരുന്നത് എന്നൊന്ന് വായിക്കാം. ആദ്യം സൂറത്തുൽ ഫാത്തിഹയായിരുന്നു. ശേഷം ഇഖ്ലാസ് അഥവാ കുൽഹു അല്ലാഹു ആണ്. ഫലക്ക് കുലറബിൽ ഫലക്ക്, നാസ് കുലറബിൻ നാസ്, പിന്നെ അൽ ഫീൽ, സൂറത്തുൽ ഖുറൈഷ്, മാഊന്, കൗസർ, ഇനാത്തിനാൽ കൗസറാണ്, കാഫിറൂൻ അഥവാ നമ്മൾ ഈ പറഞ്ഞ കുല്യായുൽ കാഫിറൂൻ, നസുർ ഇദാജാ നസുറുല്ലാഹി, മസദ്, തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്. ഈ പറയപ്പെട്ട സൂറത്തുകളാണ് കുട്ടികൾക്ക് കാണാതെ പഠിക്കാനുള്ളത്. രക്ഷിതാക്കൾ ഒന്ന് ശ്രദ്ധിക്കുക. മുഴുവൻ സൂറത്തും കുട്ടികൾക്ക് ഹിഫ്ളുണ്ടോ എന്നൊന്ന് നോക്കുക. പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചാൽ മുഴുവൻ മാർക്കും നേടാൻ കഴിയും. കഴിഞ്ഞ പരീക്ഷകളിലൊന്നും പുറമേ നിന്നുള്ള മറ്റു ദിക്റുകൾ ചോദിച്ചിട്ടില്ല. എന്നിരുന്നാലും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ്. 2ാം ക്ലാസ്സിലെ ഫിഖിൻ്റെ ഭാഗങ്ങളിൽ നമ്മൾ പഠിച്ച ദിക്റുകൾ, നിസ്കാരത്തിൽ ചൊല്ലാനും മറ്റുമൊക്കെ വന്ന ആ ദിക്റുകൾ കുട്ടികൾ മനപ്പാഠം ഒന്നുകൂടെ കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. അഥവാ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ. ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. 2 സൂറത്തുകൾ തന്നെയായിരിക്കും ഈ ഒരു പരീക്ഷയ്ക്കും ഉണ്ടാവുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും ഫിഖിൽ പറഞ്ഞ ദിക്റുകളൊക്കെ പഠിക്കേണ്ടതാണല്ലോ. അതും കൂടെ ഒന്ന് കാര്യത്തിൽ തന്നെ എടുത്ത് മനപ്പാഠമാക്കി വെക്കുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക. നിങ്ങളുടെ നന്ദി അറിയിച്ച് അൽഹംദുലില്ലാഹ്, താങ്ക്സോ മറ്റോ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റു നല്ല നല്ല വീഡിയോകളുമായി ഉടൻ തന്നെ നമുക്ക് കാണാം.